പരിധിക്കുള്ളിൽ ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാട്ടിലെ എല്ലാ മനശ്രോതാക്കൾക്കും ധന്യനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കേരള ഗോസ്പൽ ടീമിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ സന്ദേശയാത്രയാണ് ഇവിടെ കടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേക ഈ പ്രദേശത്ത് കടന്നു വരുവാനും നിങ്ങളെ കാണാൻ സാധിച്ചതിற்கு വളരെ സന്തോഷം ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഈ ദേശത്തെ ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ എന്ന് ഈ ധർമ്മത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു സംഭവമായിരുന്നു ടൈറ്റാനിക് എന്ന കപ്പലിന്റെ വൻ ദുരന്തം. ആ കപ്പൽ പുറപ്പെടുന്നതിന് മുമ്പ് അതിന് മുന്നറിയിപ്പ് ലഭിച്ചു. അത് പ്രകാരമായിരുന്നു, നിങ്ങൾ കടന്നു പോകുന്ന സ്ഥലത്ത് വലിയ മഞ്ഞുമലകൾ ഇവിടെ ഉണ്ട്, അതുകൊണ്ട് വളരെ സൂക്ഷിക്കണമെന്ന് ഒരു മുന്നറിയിപ്പ് ലഭിച്ചപ്പോൾ അവരുടെ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞു, ദൈവം തമ്പുരാൻ പോലും നോക്കിയാൽ ഇതിനെ തകർത്ത് കളയത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ആ ടൈറ്റാനിക് തന്റെ കന്നിയാത്ര ആരംഭിച്ചു. അനേക ആയിരങ്ങൾ ജനങ്ങൾ സന്തോഷത്തോടെ തുള്ളിച്ചാടിക്കൊണ്ട് ആ കപ്പലിന്റെ യാത്ര ആരംഭിക്കുവാനിട വന്നു. എന്നാൽ കന്നിയാത്രയിൽ തന്നെ ഒരു മഞ്ഞുമലയിടിച്ച് അനേക ആയിരങ്ങൾ അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിൽ താഴ്ന്നുപോയി. ഒരു ചരിത്ര സംഭവമായി നിൽക്കുമ്പോൾ എന്താണ് അതിന്റെ കാരണമെന്ന് ചോദിച്ചാൽ ഒറ്റ കാരണമേ ഉള്ളൂ. അതിന് മുന്നിൽ വെച്ച ഒരു മുന്നറിയിപ്പിനെ അവർ അവഗണിച്ചു കളഞ്ഞു. അതിനെ മാറ്റിക്കളഞ്ഞതുകൊണ്ടാണ് അനേക ആയിരങ്ങൾ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ താഴ്ന്നു പോകുവാനിട വന്നത്. ഇന്ന് പകൽ ഈ പ്രദേശത്ത് നിന്നുകൊണ്ട് ഈ ദേശത്തോടും ഞങ്ങൾക്ക് ചില മുന്നറിയിപ്പുകൾ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് മുന്നറിയിപ്പ് എന്ന് ചോദിച്ചാൽ, സഹോദര, ഈ മദ്യപാനത്തിനും കഞ്ചാവിനും അടിമപ്പെട്ട് നീ മുന്നോട്ട് പോയാൽ നിന്റെ കുടുംബം തകർന്നു പോകുമെന്നൊരു മുന്നറിയിപ്പ്. രണ്ടാമത്തെ കാര്യം, നിന്റെ തലമുറകൾ നാശത്തിലേക്ക് പോകുമെന്ന് ഒരു മുന്നറിയിപ്പ്. അത് മാത്രമല്ല, നിന്റെ കുടുംബത്തിന്റെ സമാധാനം എന്നേക്കും നിലച്ചുകൊണ്ട് നിന്റെ കുടുംബത്തിൽ അല്ലെങ്കിൽ നിന്റെ ആത്മഹത്യ ചെയ്യേണ്ടി വരുമെന്നൊരു മുന്നറിയിപ്പ് ഈ ദേശത്തോട് വിളിച്ചു പറയുന്നതിന് നിങ്ങൾക്ക് വളരെ ഖേദമുണ്ട്. എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ. മനുഷ്യൻ മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരി പദാർത്ഥത്തിനും അടിമയായിക്കൊണ്ട് മനുഷ്യൻ ഈ നാൾ മുന്നോട്ട് പോകുകയാണ്. എവിടെ സമാധാനം കിട്ടുമെന്ന് ഓർത്തുകൊണ്ട് അവർ ഓടിക്കൊണ്ടിരിക്കുക. എങ്കിലും സമാധാനം ലഭിക്കാൻ കഴിയാതെ അവർ ഈ നാൾ ഓടി 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 അവസാനം ഒരു മുഴം കയറിന്റെ അകത്തോ അല്ലെങ്കിൽ അല്പ വിഷത്തിന്റെ അകത്തോ ഈ ലോകത്തെ ജീവിതം അവസാനിപ്പിക്കുന്ന അനേക കുടുംബത്തെ നമുക്ക് കാണാൻ കഴിയും. ഇതിന്റെ എല്ലാം പുറകിൽ പ്രവർത്തിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അവരൊരു മയക്കുമരുന്നിന് അടിമയായിരിക്കാം, അല്ലെങ്കിൽ അവർ മദ്യത്തിന് അടിമയാണ്, അവർ ലഹരി പദാർത്ഥത്തിന് അടിമയാണ്. ഇന്ന് ലോകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അനേക കുടുംബത്തിന്റെ അകത്ത് സമാധാനം നഷ്ടപ്പെടുന്ന ഒറ്റ കാര്യം എന്തെന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യമേ ഉള്ളൂ. സമാധാനം നഷ്ടപ്പെടാൻ ഏക കാരണം അവൻ ഒരു ലഹരി പദാർത്ഥത്തിന് അടിമയായിരിക്കും. അതുകൊണ്ട് ഇന്ന് പകൽ ഈ ദേശത്ത് നിന്നുകൊണ്ട് കേരള ഗോസ്പൽ ടീം നടത്തുന്ന ഈ ലഹരി വിരുദ്ധ സന്ദേശയാത്രയില് ഞാൻ വിളിച്ചു പറയുന്ന സ്നേഹിത, മദ്യം നിന്റെ സമാധാനം തരുന്ന മാർഗമല്ല, മദ്യം നിന്റെ കുടുംബത്തെ നശിപ്പിക്കുന്ന മാർഗമാണ്. അതുകൊണ്ട് ഇന്ന് ഈ ദേശത്തെ വിളിച്ചു പറയുക, അതിൽ നിന്ന് നീ മടങ്ങി വരേണ്ട ഒരു ദിവസമാണെന്ന് ഇന്ന് പകൽ ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. അപ്പൊ അത് ചോദിച്ചൊരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുമോ? വർഷങ്ങളായി ഞാനിങ്ങനെ മദ്യത്തിന് കുടിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ കഴിയുമോ? അനേക ചോദ്യങ്ങൾ മുമ്പിൽ നിൽക്കുന്നുണ്ടായിരിക്കും. എന്നാൽ ഞങ്ങൾക്ക് പറയാൻ കാര്യമുണ്ട്, നിങ്ങളുടെ ജീവിതം എത്ര നാളുകളായി വർഷങ്ങളായി നീ മദ്യപിക്കുന്ന വ്യക്തിയാണെങ്കിലും നിന്റെ ജീവിതത്തിന്റെ അകത്ത് മാറ്റം വരുത്തുന്ന ഒരു മാർഗമുണ്ട്. ആ മാർഗമാണ് സുവിശേഷം. എന്തുകൊണ്ടാണ് സുവിശേഷം ഇങ്ങനെ പറയാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ, ഈ സുവിശേഷം ഏതു സ്ഥലത്തും ചങ്കുറപ്പോടെ പ്രസംഗിക്കാൻ കാരണം ഞങ്ങളുടെ കൂടുതൽ നിൽക്കുന്ന ആ ദേവദാസന്റെ കയ്യിലോട്ട് ഈ മൈക്കൊക്കെ കൈമാറിയാൽ അവരും പറയും, ഒരു കാലത്ത് നാട്ടുകാർക്കും വീട്ടുകാർക്കൊക്കെ പാരയായിട്ട് ജീവിച്ച ഒരു കാലം ഞങ്ങൾക്കുണ്ട്. നിങ്ങൾ എവിടെയും പോയി ചത്താ മതി എന്ന് പറഞ്ഞൊരു കാലമുണ്ട്. പക്ഷെ പോലീസുകാരൻ ലാത്തി ചാർജ് കൊണ്ടോ അവർ പറഞ്ഞ പെറ്റി കേസ് കൊണ്ടോ ഞങ്ങളുടെ ജീവിതത്തിന് മാറ്റം വന്നില്ല. ഞങ്ങളുടെ ജീവിതത്തിന് മാറ്റം വരുത്തിയ ഒറ്റ മാർഗമാണ് സുവിശേഷം. സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്താണ് പറയുന്നത്? സുവിശേഷം എന്ന് പറഞ്ഞാൽ സുവാർത്തയാണ്, ഒരു നല്ല വാർത്തയാണ്. ആ സുവിശേഷം ഒരു വ്യക്തിയാണ്, ആ വ്യക്തിയുടെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു. നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് സമാധാനം തരാനും സന്തോഷം തരാനും കഴിവുള്ള ഒറ്റ മാർഗമുണ്ടെങ്കിൽ ഞങ്ങൾ ഈ ദേശത്തെ ഉയർത്തി കാണിക്കുന്ന യേശു ക്രിസ്തുവിൽ കൂടി യഥാർത്ഥമായ സമാധാനവും സന്തോഷവും തരാൻ കഴിയുമെന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. നമുക്ക് എല്ലാവരും പറഞ്ഞ കാര്യമുണ്ട്, മദ്യത്തിനകത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക്
ഈ മദ്യത്തിൽ നിന്ന് മാറ്റം വരുത്താൻ കഴിയുമോ? മാറ്റം വരുത്തുവാൻ കഴിയുമോ? പക്ഷെ ഒരിക്കലും ഈ മദ്യത്തിന്റെ അകത്ത് നിന്ന് മാറ്റം വരുത്തുവാൻ കഴിയാതെ ജനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞങ്ങൾ പറയുന്ന കാര്യമുണ്ട്, ഈ മദ്യത്തിന്റെ അകത്ത് ഉണ്ടാകുന്ന പ്രയാസങ്ങൾ എന്ന് പറഞ്ഞാൽ അനേകം കുടുംബങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്താണ് നാം ഇവിടെ ജീവിക്കുന്നത്. ഒന്നുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞ വിശുദ്ധ ബൈബിള് പ്രഖ്യാപിക്കുന്ന കാര്യമുണ്ട്, ഒരിക്കൽ മരണം, പിന്നെ ഒരു ന്യായവിധിയും ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു. അപ്പൊ അത് ഒന്നുകൂടെ ശ്രദ്ധിക്കണം, ഒരിക്കൽ ഒരു മരണം, പിന്നെ ഒരു ന്യായവിധിയും ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു. ഈ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ നമുക്ക് ഒത്തിരി തമാശയായിട്ട് തോന്നാൻ കാരണമുണ്ട്. അത് ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു വ്യക്തി ഇപ്പൊ തന്നെ നമ്മൾ പത്രം എടുത്ത് വായിച്ചാൽ ഞെട്ടിപ്പിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ, ഭാര്യനെ അടിച്ചു കൊന്നിട്ട് ഭർത്താവ് ആത്മഹത്യ ചെയ്തു. കുഞ്ഞിനെ അടിച്ചു കൊന്നിട്ട് അപ്പൻ ആത്മഹത്യ ചെയ്തു. കുഞ്ഞുങ്ങളെ രണ്ടുപേരെ കൊന്നിട്ട് അമ്മ ആത്മഹത്യ ചെയ്തു. ഇങ്ങനെ ഒറ്റ വാർത്ത കേൾക്കാറുണ്ട്. അപ്പൊ അവർ പറയും, എന്ത് ചെയ്യും, ഈ കോടതിയിൽ നിന്ന് എന്ത് ചെയ്യില്ല, നമ്മുടെ ഈ ലോകത്തുള്ള കോടതിയിൽ നിന്ന് എന്ത് ചെയ്യും, ഒരിക്കലും ശിക്ഷിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് അവർ ആത്മഹത്യ ചെയ്യുന്നത്. പക്ഷേ വിശുദ്ധ തിരുവചനം പറയുന്നു, നീ ജീവിതത്തിന്റെ അകത്ത് അങ്ങനെ എന്ത് ചെയ്തിട്ട് നീ ആത്മഹത്യ ചെയ്താൽ നിന്റെ നീ ഇവിടെ മരിച്ചെന്ന് നീ രക്ഷപ്പെട്ടെന്ന് കരുതണ്ട. അവരുടെ വചനം ഒരിക്കൽ ഒരു മരണം, അതിനുശേഷം ഒരു ന്യായവിധി ഉണ്ടെന്ന കാര്യം ഈ ദേശത്തോട് ഞാൻ വിളിച്ച് ശക്തമായി ഇന്ന് ഒരു ദേശത്തോട് വിളിച്ചു പറയുകയാണ്. എങ്ങനെയാണ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് ബൈബിൾ വ്യക്തമായിട്ട് പറയുക. പക്ഷേ എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുക. ഈ മനുഷ്യന്റെ കൊലപാതകവും അവനുണ്ടാക്കുന്ന വലിയ പ്രശ്നങ്ങൾ ഈ നാളിൽ വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പത്രമെടുത്ത് വായിച്ചാൽ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഓരോ ദിവസവും മനുഷ്യന്റെ ജീവിതത്തിൽ നഷ്ടങ്ങളെ കൊണ്ട് അവരുടെ അവസ്ഥകളെ തീർത്തുകൊണ്ട് അനേകർ മുന്നോട്ട് കടന്നു പോകുമ്പോൾ ഞങ്ങൾ വിളിച്ചു പോകുന്ന കാര്യമുണ്ട്, അവിടുന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗമുണ്ടെങ്കിൽ ആ മാർഗമാണ് യേശു ക്രിസ്തുവിൽ കൂടിയുള്ള രക്ഷ. യേശു ക്രിസ്തുവിൽ കൂടി രക്ഷ നമുക്ക് എങ്ങനെ വരണം, അതെങ്ങനെ വരും, അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം എന്ന് ഇന്ന് പകൽ നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറയാറുണ്ട്, ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകള് സന്തോഷിക്കുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ഓരോ നമ്മുടെ ഉത്സവങ്ങളൊക്കെ വരുമ്പോൾ വലിയ സന്തോഷമാണ് ജനങ്ങൾക്ക്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഓണം കഴിഞ്ഞു പോയി, ഒത്തിരി സന്തോഷമായി, സർക്കാരിന് ഒത്തിരി സന്തോഷമായി, അതുപോലെ ഇഷ്ടംപോലെ മദ്യം വിറ്റു, ഒത്തിരി സന്തോഷമായി. എത്ര കുടുംബത്തിന്റെ അകത്ത് അതിനുശേഷം സമാധാനം ഉണ്ടായി, എത്ര പേര് ആത്മഹത്യ ചെയ്തു, എത്ര പേര് ഈ മദ്യത്തിന്റെ മദ്യത്തിന്റെ ശക്തി മുഖാന്തരം എത്ര കുടുംബത്തിന്റെ എത്ര കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്തെന്ന് ഇന്ന് ദേശം മറന്നു പോകരുത്. അതുകൊണ്ടാണ് ഞങ്ങളെപ്പോലെ ഉള്ളവര് സുവിശേഷത്തിന്റെ വചനമായി അനേക തെരുവോരങ്ങളിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് പറയുന്ന കാര്യമുണ്ട്, ഞാൻ ജീവിതത്തിന്റെ അകത്ത് സമാധാനം തരാനും സന്തോഷം തരാനും കഴിവുള്ള ഒരു മാർഗമുണ്ടെങ്കിൽ ഇന്ന് പകൽ ഞങ്ങൾ ഉയർത്തി കാണിക്കുന്ന കർത്താവ് യേശു ക്രിസ്തുവിൽ കൂടെയാണ്. എന്താണ് യേശു നമുക്ക് വേണ്ടി ചെയ്തത്, അത് തിരിച്ചറിയണം. അതുകൊണ്ട് ഞങ്ങൾ പറയും, ഒരു കാലത്ത് നമ്മുടെ ജീവിതത്തിൽ സന്തോഷമില്ലെന്നൊക്കെ പറഞ്ഞു എല്ലാവരും തള്ളിക്കളഞ്ഞ് നമ്മൾ മാറ്റി നിർത്തി. ഒരു കാലത്ത് എല്ലാവരും മാറ്റി, അപ്പനും അമ്മയൊക്കെ നമ്മളെ ഉപേക്ഷിച്ച് മാറ്റി നിർത്തി. പക്ഷേ നമ്മളെ മാറോട് സ്നേഹിച്ച ഒരു സ്നേഹം ഉണ്ടെങ്കിൽ ആ സ്നേഹത്തിന്റെ പേരാണ് കർത്താവായ യേശു. ഒത്തിരി പേര് തള്ളിക്കളഞ്ഞില്ല. ഞങ്ങൾ ഒരു കാര്യം പറയാറുണ്ട്, സുവിശേഷം എന്ന് പറഞ്ഞാൽ എല്ലാവരും ചിന്തിക്കുന്നത് അറിയുമോ, മതം മാറ്റുന്ന പരിപാടിയാണ് സുവിശേഷം. ഈ സുവിശേഷം ഏത് സ്ഥലത്ത് പറഞ്ഞാലും ആൾക്കാർ പറയും നിങ്ങൾ മതം മാറ്റുന്നവരാണ്, അല്ലെങ്കിൽ പറയും ഓ ഈ സുവിശേഷം വന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഈ സുവിശേഷം ഞങ്ങൾക്ക് കേൾക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് സുവിശേഷത്തിൽ കൂടി ഒരു രക്ഷയില്ലെന്ന് പറയാം. പക്ഷെ ഞങ്ങൾ ഈ ദേശത്ത് തന്നെ പറയാം, സുവിശേഷം പ്രസംഗിക്കാനുള്ള ആവേശം എന്ന് പറഞ്ഞാൽ ഈ സുവിശേഷം ഏതു സ്ഥലത്ത് ചെന്നിട്ടുണ്ടോ അവിടെ സമാധാനം ഉണ്ടായിട്ടുണ്ട്, അവിടെ വലിയ സന്തോഷം ഉണ്ടായിട്ടുണ്ട്. ഈ സുവിശേഷത്തിൽ കൂടി മാത്രമാണ് യഥാർത്ഥമായിട്ട് എല്ലാ മനുഷ്യരും സമാധാനം ലഭിച്ചിട്ടുള്ള മാർഗം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ സുവിശേഷമാണ്. അതുകൊണ്ട് ഞങ്ങൾ പറയും, സുവിശേഷം എന്ന് പറഞ്ഞാൽ രോഗസൗഖ്യമല്ല സുവിശേഷം. സുവിശേഷം എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ നിന്റെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു മാർഗമാണ് യേശു ക്രിസ്തുവിന്റെ സുവിശേഷം. ഈ ദേശത്ത് നിന്നുകൊണ്ട് ഞങ്ങള് ചങ്കുറപ്പോടെ വിളിച്ചു പറയാം, ഈ സുവിശേഷം ഏത് സ്ഥലത്ത് പ്രസംഗിപ്പെടാനുള്ള കാരണമെന്ന് ചോദിച്ചാൽ ഈ സുവിശേഷം കടന്നു ചെന്നത് കൊണ്ടാണ്. ഞങ്ങളെപ്പോലെ ആളുകള് ഈ സുവിശേഷം ഞങ്ങളുടെ ജീവിതത്തിൽ വന്നതുകൊണ്ടാണ് ഈ കവലയിൽ നിന്നുകൊണ്ട് യേശുവിനെ ക്രിസ്തു ഉയർത്തുവാൻ ഞങ്ങൾക്ക് നൽകുന്ന പ്രചോദനം എന്ന് പറഞ്ഞാൽ അതാണ്. ഒരിക്കലും ഒരു കുഞ്ഞ് ഒരു മാതാവിന്റെ ഉദരത്തിന്റെ അകത്ത്
ഉരുവാകുമ്പോൾ മുതൽ ആ മാതാവ് അനുഭവിക്കുന്ന അത്ര വളരെ വേദന നിറഞ്ഞതാണ്. എല്ലാ സ്ഥലത്തും മാതാവിന് പോകാൻ കഴിയാതെ ഒത്തിരി കഷ്ടത വേദനയെ സഹിച്ച് ആ മാതാവ് ആ ഉദരത്തിൽ വളർന്ന കുഞ്ഞിന് വേണ്ടി ആ മാതാവ് ജീവിക്കുക. ഈ ലോകത്ത് ആ കുഞ്ഞിന് വേണ്ടി ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആരാണെന്ന് ചോദിച്ചാൽ തന്റെ മാതാവ് മാത്രമാണ് ഈ കുഞ്ഞിനെ ഇഷ്ടംപോലെ സ്നേഹിക്കുക. തന്റെ ഉദരത്തിൽ ഉരുവാകുന്ന കൊച്ചിന് രണ്ട് കണ്ണുണ്ടെന്ന് അറിയത്തില്ല, രണ്ട് കാലുണ്ടെന്ന് അറിയത്തില്ല, അതിന് മന്ദബുദ്ധിയാണെന്ന് അറിയത്തില്ല. പക്ഷെ ഇതൊന്നും അറിയാതെ ആ മാതാവ് ആ കുഞ്ഞിനെ ഒത്തിരി സ്നേഹിക്കുക. അങ്ങനെ ആ കുഞ്ഞ് ചില 10 മാസം കഴിഞ്ഞ കുഞ്ഞ് പുറത്തു വന്നു, അതിന് നല്ല വിദ്യാഭ്യാസം കൊടുത്തു, അങ്ങനെ വളർന്ന് കൊച്ചു ഒരു വലുതായിത്തീരുന്നു. എന്നാൽ ആ കുഞ്ഞനെ ചില നാള് കഴിഞ്ഞപ്പോൾ ഒരു ദാക്ഷിണ്യം കൂടാതെ ആ മാതാവിനെ അടിച്ചു കൊന്നത് ആ കുഞ്ഞല്ലേ, ആ പിതാവിനെ അടിച്ചു കൊന്നത് ആ കുഞ്ഞല്ലേ. സ്നേഹിത, മറന്നു പോകരുത്. ഇന്നും പകലില് ഇന്ന് ദേശങ്ങളെ വിളിച്ചു പറയാം, നിന്റെ ജീവിതത്തിന്റെ അകത്ത് നീ കഷ്ടപ്പെട്ടതിന്റെ തലമുറ നിന്റെ നേരെ കത്തിയെടുക്കുന്നുണ്ടെങ്കിൽ, വാളിനെത്തുന്നുണ്ടെങ്കിൽ, നിനക്കെതിരെ എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ ഓർത്തോളാം. സ്നേഹിത, നീ പാപത്തിനാണ്, നീ പാപത്തിൽ നിന്ന് മടങ്ങി വരുവാൻ വിശുദ്ധ തിരുവചനം ശക്തമായി നമ്മൾ വിളിച്ചു പറയുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ വിളിച്ചു പറയുന്നത്. എന്തുകൊണ്ട് മനുഷ്യൻ മദ്യത്തിന് അടിമയെന്ന് ചോദിച്ച ഒറ്റ കാരണമേ ഉള്ളൂ. ബൈബിൾ അതിന്റെ പലമായ ശൈലി പതിങ്ങനെയാണ്. അവർ പാപത്തിൽ ജനിച്ചത് കൊണ്ട് എന്തുപറ്റി? അവന്റെ സ്നേഹം നഷ്ടപ്പെട്ടു പോയി. അവന്റെ അപ്പനെ സ്നേഹിക്കാൻ കഴിയുന്നില്ല, അമ്മയെ സ്നേഹിക്കാൻ കഴിയുന്നില്ല, സഹോദരനെ സ്നേഹിക്കാൻ കഴിയുന്നില്ല. എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ അവൻ പാപത്തിൽ ജനിച്ചതുകൊണ്ട് എന്തുപറ്റി? എല്ലാം നഷ്ടപ്പെട്ടു പോയി. ഉടനെ അവൻ അടുത്ത പണിയും ചെയ്യുന്നറിയാമോ? ആ സ്നേഹം കിട്ടുവാൻ വേണ്ടി, സമാധാനം കിട്ടുവാൻ വേണ്ടി അവനടുത്ത് മദ്യത്തിൽ ആശ്രയിച്ചു, അവൻ കഞ്ചാവിൽ ആശ്രയിച്ചു, അവൻ ലഹരി പദാർത്ഥത്തിൽ ആശ്രയിച്ചു. പക്ഷെ ഇതൊന്നും അവസാനം എവിടെ കൊണ്ട് തീർന്നറിയാമോ? അവസാനം ഒരു മുഴ കയറിനകത്ത് പല ജീവിതം അവസാനിപ്പിച്ചെന്ന് ഇന്ന് നിങ്ങൾ പോകരുത്. അതുകൊണ്ട് ഇന്ന് പേരുടെ വാക്യം നിർത്തുന്നതിന് മുമ്പ് ഈ ദേശത്തോട് ശക്തമായി വിളിച്ചു പറയാം, നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഈ നിമിഷം നിന്നുകൊണ്ട് ഞാൻ ചോദിക്കുന്നു, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു യേശു ഉണ്ട്. എല്ലാവരും നിന്നെ തള്ളിക്കളയാം, അപ്പം നിങ്ങളെ മാറ്റി നിർത്താം, ചിലപ്പം സ്വന്തം മക്കളെ മാറ്റി നിർത്തേക്കാം, അമ്മ വേടിച്ചിരിക്കാം, അപ്പൻ വേടിച്ചിരിക്കാം, എല്ലാവരും നിന്നെ തള്ളിക്കളഞ്ഞെങ്കിൽ, ആരും നിന്നെ സ്നേഹിക്കുന്നില്ലെങ്കിൽ ഇന്ന് ഒരു ദേശത്തോട് നിന്ന് പറയുക, നിന്നെ സ്നേഹിക്കുന്ന ഒരുവനുണ്ട്, അവന്റെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു. എന്തുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് ഞങ്ങൾ ചങ്കുറത്തോടെ ചങ്കുറ്റത്തോടെ ഈ പ്രദേശത്ത് നിന്നോട് പ്രസംഗിക്കാൻ കാരണമെന്ന് ചോദിച്ചാൽ, യേശു അവൻ ആരാണെന്ന് ഒറ്റ ഉത്തരമേ ഉള്ളൂ, അവൻ ദൈവമായതുകൊണ്ടാണ് യേശുവിനെ ഞങ്ങൾ പ്രസംഗിക്കുന്നത്. എന്തുകൊണ്ടാണ് യേശുവിനെ കുറിച്ച് പ്രസംഗിക്കാൻ നിങ്ങൾക്ക് ഇത്ര ആവേശമെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ ഒരു കാര്യം പറയും. ഒരു കാലത്ത് നാടിനും നാട്ടുകാർക്കും പോലീസുകാരെ അടിച്ച ഇടിയും കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിയ ഒരു മാർഗമാണ് യേശു ക്രിസ്തുവിന്റെ സുവിശേഷം. യേശു ക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എത്ര സമാധാനമുണ്ടായെന്നറിയാമോ, എത്ര സന്തോഷമുണ്ടായെന്നറിയാമോ. യേശു നമുക്ക് വേണ്ടി എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ, അതുകൊണ്ട് പലരുടെ വാക്യം നിർത്താൻ ആഗ്രഹിക്കുക. യേശു നമുക്ക് വേണ്ടി ചെയ്തത് എന്താ? യേശു ക്രിസ്തുവിന്റെ ജനനം ഒരു അത്ഭുത വിഷയമാണ്. യേശു ക്രിസ്തുവിന്റെ ജനനം എല്ലാ വർഷവും ക്രിസ്തുമസ് ഡിസംബർ 25-ാം തീയതി യേശുവിന്റെ ജനനം എല്ലാവരും കൊണ്ടാടുകയാണ്. എല്ലാവർക്കും ഒരു സന്തോഷമാണ്. പക്ഷേ യേശുവിന്റെ ജനനം ഒരു അത്ഭുതമായിരുന്നു. യേശുവിന്റെ ജീവിതം ഒരു അത്ഭുതമായിരുന്നു. യേശു മരിച്ചു. യേശു എന്തിനു വേണ്ടി യേശു ക്രിസ്തു മരിച്ചു? യേശു ദൈവമല്ലേ? പിന്നെ എന്തുകൊണ്ടാണ് യേശു മരിക്കാനുള്ള കാരണമെന്ന് ചോദിച്ചാൽ, മനുഷ്യൻ ജനിച്ച അന്നു മുതൽ മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രതിബന്ധമായിരുന്നു അവൻ പാപത്തിലാണ് അവൻ ജീവിച്ചിരിക്കുന്നത്. ഈ പാപത്തിൽ നിന്ന് എങ്ങനെ ഒരു മനുഷ്യന് രക്ഷപ്പെടാൻ കഴിയും? അന്നു മുതൽ മനുഷ്യരോട്ടമാണ്. അനേക മലകൾ കയറുന്നു, അനേക ചെരിപ്പിടാൻ നടക്കുന്നു, അനേക നോയമ്പുകൾ നോക്കുന്നു, അനേക സ്ഥലങ്ങളിലേക്ക് ഇറങ്ങി നടക്കുന്നു. പക്ഷേ യഥാർത്ഥമായിട്ട് ഇവർക്കൊന്നും ഒരു സ്ഥലത്തു നിന്നും ഇവരെ പാപത്തിന് പ്രാർത്ഥന ലഭിച്ചില്ല. അങ്ങനെ ഇരിക്കെ കർത്താവായ യേശു ക്രിസ്തു പിതാവായ ദൈവത്തിന്റെ പദ്ധതി പ്രകാരം കർത്താവ് യേശു ഈ ഭൂമിയിൽ ജനിച്ചു. ജനിക്കുക മാത്രമല്ല, ഈ പാപത്തിൽ നിന്ന് പ്രായശ്ചിത്തത്തിന് വേണ്ടി പാപമില്ലാത്ത ഒരുവൻ മരിക്കണം. ഈ ലോകത്ത് സകല കർമ്മങ്ങൾ കൊണ്ടും സകല ആചാരങ്ങൾ കൊണ്ടും ആർക്കും ഇവിടെ ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ പാപം ചെയ്യാത്തവനായ യേശു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. 4 കോടതിയിൽ മാറി മാറി യേശു ക്രിസ്തുവിനെ മാറി മാറി വിസ്തരിച്ചു. പിലാത്തോസിന്റെ ഗത എന്ന കൽത്തോട് കാൽവരി വരെ അടികൊണ്ടും മുഖത്ത് തുപ്പലേറ്റും മുൾക്കിരീടം അടിച്ചിറക്കിക്കൊണ്ട് അവരുടെ രക്തം ഓരോ തുള്ളി അവരുടെ ശരീരത്തിൽ
സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് താഴെ പതിച്ചു. എന്താണ് കാരണം? 4 കോടതി യേശുവിനെ മാറി മാറി വിസ്തരിച്ചിട്ടും ഒരു കുറ്റവും കാണാത്ത യേശു പിന്നെ എന്തുകൊണ്ടാണ് യേശു അടിയേറ്റത്? എന്തുകൊണ്ടാണ് യേശുവിനെ മേലെ അടിച്ചത്? ഒറ്റ കാരണമുള്ളൂ, എന്റെയും നിന്റെയും സകല പാപവും യേശു കാൽവരിക്കുന്നിൽ ഏറ്റെടുത്തുകൊണ്ട് യേശു സ്വയം മരിക്കാൻ ഇറങ്ങി വന്ന ഒരു നേതാവുണ്ടെങ്കിൽ ഇന്ന് പേരാണ് ഞങ്ങൾ ഉയർത്തി കാണിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു. യേശുവിനെ പ്രസംഗിക്കുന്നതിന് അതാണ് ഞങ്ങളുടെ അഭിമാനം എന്ന് പറയുന്നത്. യേശു കർത്താവ് പ്രിയ ദൈവസമർപ്പിച്ചു ഇങ്ങനെ പറഞ്ഞു, യേശു ക്രിസ്തു ക്രൂശിച്ചുകൊണ്ട് അവൻ വീണ്ടും എഴുന്നേറ്റ് കടന്നു പോകുമ്പോൾ അനേക സ്ത്രീകൾ അവൻ അടുക്കൽ വന്നിട്ട് അവർ ഉറക്കെ കരഞ്ഞപ്പോൾ യേശു ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ എന്നെ ചൊല്ലിക്കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലിക്കരയുവീൻ. ഇന്നേക്ക് 2025 വർഷങ്ങൾക്ക് മുമ്പ് പാലസ്തീന്റെ പച്ച മണ്ണിൽ നിന്നുകൊണ്ട് യേശു വിളിച്ചൊരു കാര്യമുണ്ട്, നിങ്ങൾ എന്നെ ചൊല്ലിക്കരയണ്ട, യേശുവിന് വേണ്ടി ആരും കരയണ്ട, യേശുവിന് വേണ്ടി ആരൊന്നും കരയണ്ട. ഇന്ന് നിന്റെ തലമുറയ്ക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി കരയുവാൻ ഇന്ന് പകൽ ദൈവത്തിന് വളരെ ശക്തമായി ഞാൻ വിളിച്ചു പറയുക. എന്തുകൊണ്ടാണ് യേശു പറയാൻ കാരണം? ഈ കാലത്തേക്ക് നോക്കിക്കേ, എത്ര കുഞ്ഞുങ്ങളെ കരുതണ്ടല്ലോ, എത്ര കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്യുന്നത്. 1ാം ക്ലാസ് മുതൽ പഠിച്ച് മുന്നോട്ട് വന്നാൽ 8ാം ക്ലാസ് പഠിക്കുന്ന 5 പഠിക്കുന്ന കുഞ്ഞുങ്ങള്, എത്ര കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്യുന്നത്. എന്താ കാരണമെന്നറിയാമോ? അവരുടെ കുടുംബത്തിൽ സമാധാനമില്ല. നിസ്സാര വിഷയത്തിന് മുമ്പില് നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം എന്ത് ഈ ലോകത്തെ ജീവിതം അവസാനിപ്പിക്കുക. സ്നേഹിത, ഇന്ന് പകൽ മറക്കരുത്, അതിനു മുമ്പ് നിന്റെ ജീവിതത്തിൽ കുടുംബത്തിൽ സമാധാനം വേണോ? ആ സമാധാനത്തിന് ഫലമായിട്ടാണ് ഞാൻ ഉയർത്തിക്കാണ് യേശു നമുക്ക് വേണ്ടി മരിക്കുവാൻ ഇറങ്ങി വന്നത്. പാലസ്തീന്റെ പച്ചമണ്ണിൽ കഥാവ് ഗോൽഗോത്ത എന്ന ആ മലയിൽ 2 കള്ളന്മാരെ നടുവിൽ യേശുവിനെ ക്രൂശിക്കപ്പെട്ടു. എന്നാൽ വിശുദ്ധ തിരുവചനം വ്യക്തമായി പ്രഖ്യാപിക്കുക ഇങ്ങനെയാണ്, അത് 2 കള്ളന്മാർ, അതൊരു കള്ളൻ യേശുവിനെ പരിഹസിച്ചു, ഒരു കള്ളൻ യേശുവിനെ എന്ത് ചെയ്തു? സ്വീകരിക്കാനുള്ള അവൻ അവസാന നിമിഷം, അടുത്ത നിമിഷം അവനെ മരണമാണ് ഉറപ്പുള്ളപ്പോഴും യേശുവിനൊരു കാര്യമുണ്ട്, നീ രാജ്യത്തെ പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടി ഓർത്തുകൊള്ളണേ. ഇന്ന് പകൽ ഈ ദേശനിവാസികളോട് ശക്തം വിളിച്ചു പറയുക, നിന്റെ ജീവിതം കൊണ്ട് അവസാനിപ്പിക്കാൻ ആത്മഹത്യയെ കുറിച്ച് മാത്രം നീ ചിന്തിച്ചിരിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽ യേശുവിന്റെ സ്നേഹത്തിലേക്ക് നിന്നെ മാടി വിളിക്കുക. സ്നേഹിത, നീ ആത്മഹത്യ ചെയ്യരുത് കേട്ടോ, നീ ആത്മഹത്യ ചെയ്യരുത്. നിന്നെ സ്നേഹിക്കുന്ന ഒരു യേശു ഉണ്ടെന്ന് ഇന്ന് പകൽ ചങ്കൂറ്റത്തോടെ ഈ ദേശത്ത് നിന്നുകൊണ്ട് ഞങ്ങൾ ശക്തിയോടെ വിളിച്ചു പറയുക. നിന്നെ സ്നേഹിക്കുന്ന ഒരു യേശു ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഈ പ്രദേശത്ത് ഇന്ന് പകൽ കടന്നു വന്നത്. ഇന്ന് പകൽ ആ യേശുവിന്റെ സ്നേഹത്തിലേക്ക് നിങ്ങൾ ഹൃദയമായി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. 2 കള്ളന്മാരുടെ നടുവിൽ കടന്നുകൊണ്ട് യേശു വിളിച്ചു വന്ന കാര്യമുണ്ട്. എന്നെ ഏറെ ചിന്തിപ്പിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അനേകർ യേശുവിനെ നോക്കി നിൽക്കുക. യേശുവിന്റെ മരണം കാണാൻ കാത്തിരിക്കുമ്പോൾ യേശു ക്രൂശിനകത്ത് പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്, സകല ക്രൂശ് നിവാസികളുമായുള്ളവരെ നിങ്ങളെല്ലാവരും എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷ പ്രാപിപ്പാൻ യേശു വിളിച്ചു പറഞ്ഞു. ഇന്ന് പകൽ ദേശത്തെ വിളിച്ചു പറയാം, ഒരു പ്രത്യേക ജനത്തിന് വേണ്ടി വന്നവരല്ല യേശു, ക്രിസ്ത്യാനിക്ക് വേണ്ടി മാത്രം വന്നവരല്ല യേശു. യേശുവിന് ആരാണ്? അവൻ ലോകത്തിന്റെ രക്ഷിതാവാണ്, കർത്താവ് യേശു ക്രിസ്തു. അവൻ വിശുദ്ധ തിരുവചനം പറയുന്നു, നിന്റെ പാപം എത്ര കടും ചുമപ്പായാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കാമെന്ന് പറഞ്ഞ ഒരുവരുണ്ടെങ്കിൽ അവന്റെ പേരാണ് കർത്താവ് യേശു ക്രിസ്തു. അതുകൊണ്ട് ഇന്ന് പകലില് ഒരു നിമിഷം എല്ലാം നിന്നുകൊണ്ട് ഒരു നിമിഷം ചോർന്നു നോക്കി, കർത്താവേ, ഞാനൊരു പാപിയായ മനുഷ്യനാണ്, എന്റെ ജീവിതം ഇന്ന് വരെ എനിക്ക് സമാധാനമായി കണ്ട് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. നീ എത്ര രാത്രിയിൽ അങ്ങനെ ഉറങ്ങണമെന്ന് തിരിഞ്ഞു മറിഞ്ഞ് നീ കിടന്നിട്ട് നിനക്ക് ഉറങ്ങുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? നാളെ ലോകത്തിന് നീ അടിമയാണോ? അല്ല, ഇന്നിപ്പോ നിന്നെ സ്നേഹിക്കുന്ന യേശു നിന്റെ അടുക്കലുണ്ട്. ഒന്ന് പറഞ്ഞേ, എനിക്ക് ആ യേശുവിനെ ഒന്ന് വേണം. ഇന്ന് ഒന്ന് പറഞ്ഞേ, ഹൃദയം തുറന്ന് പറഞ്ഞേ, ആ യേശുവിനെ എനിക്ക് വേണം. അതുകൊണ്ട് ഞാനിങ്ങനെ പറയും, മറ്റേ ഒരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ യോഗപ്പെട്ട യേശു എന്ന നാമമല്ലാതെ വേറെ ഒരു നാമവുമില്ല. അതുകൊണ്ട് ഞാൻ ചങ്കുറപ്പോടെ വിളിച്ചു പോയി ദേശത്ത് നിന്നുകൊണ്ട് ചങ്കുറപ്പോടെ വിളിച്ചു വരുന്ന കാര്യമുണ്ട്. സമാധാനത്തിന് വേണ്ടി മാത്രം ഇന്ന് നീ ആഗ്രഹിക്കണമെങ്കിൽ യേശു നിന്റെ അടുക്കൽ കടന്നു വരികയാണ്. നാളുകളായി നീ ഒരു തീരാ രോഗിയായിരിക്കാം,
നിന്റെ ജീവിതത്തിൽ സമാധാനമില്ലാതെ നീ ഇരിക്കുന്ന അവസ്ഥയായിരിക്കാം. മക്കൾ നിന്നെ മേടിച്ചിരിക്കാം, ഭാര്യ നിന്നെ മേടിച്ചിരിക്കാം, ചില മക്കൾ എല്ലാവരും നിന്നെ മാറ്റി നിർത്തിയിരിക്കാം. പക്ഷേ യേശുവിന് നിന്നെ വേണം. ഇന്ന് പകൽ യേശുവിന്റെ സ്നേഹത്തിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുക. യേശു ജനിച്ചു, മരിച്ചു, അവൻ അടക്കപ്പെട്ടു. ഇന്ന് പകൽ അനേക ലോകങ്ങളിൽ അനേക മഹാന്മാർ കല്ലറ കൊണ്ട് അവസാനിച്ചപ്പോൾ ഞങ്ങൾ ഇവിടെ ഉയർത്തിക്കേണ്ടത് കർത്താവ് കല്ലറ കൊണ്ട് അവസാനിച്ചവരല്ല. മൂന്നാം ദിവസം ഹേ മരണമേ നിന്റെ ജയം എവിടെ, ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ എന്ന് ചോദിച്ചുകൊണ്ട് ഒരുവർ ഉയർത്തെഴുന്നേറ്റു. അവനെ പേരാണ് കർത്താവ് യേശു ക്രിസ്തു. അതുകൊണ്ട് ഇന്ന് പകലിന് യേശു ക്രിസ്തുവിനെ ഈ ദേശത്തെ ഉയർത്തുന്ന ഏറ്റവും കാരണം എന്ന് പറഞ്ഞാൽ മരിച്ചിട്ട് ജനിച്ചിട്ട് മരിച്ചിവിടം കൊണ്ട് അവസാനിച്ചവനല്ല. അവൻ കല്ലറെ തകർത്തുകൊണ്ട് മൂന്നാമത് ഉയർത്തെഴുന്നേറ്റ ഒരു യേശുവിനെയാണ് ഉയർത്തുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽ യേശുവിന്റെ സ്നേഹത്തിലേക്ക് ഞാൻ ഭാഗ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഇരിക്കുന്നതിന് അത് ഒരു നിമിഷം ഇവിടെ കണ്ണുകളെ നടച്ചേ. ഒരു നിമിഷം ആ യേശുവിനെ എനിക്ക് വേണം. ഇന്ന് പകൽ വേറെ ആരും എന്നെ കാണുന്നില്ലായിരിക്കാം, നീ ഒറ്റയ്ക്കായിരിക്കാം. അടുത്ത ദിവസം അല്ലെങ്കിൽ അടുത്ത പ്ലാൻ എനിക്ക് ഭൂമിയിൽ ജീവിക്കേണ്ടതായിരിക്കാം. പക്ഷേ ഇന്ന് പകൽ സ്നേഹിത, പ്രിയ സഹോദര സഹോദരി, നീ ആത്മഹത്യ ചെയ്യരുത്. നിന്റെ അടുക്കൽ യേശു കടന്നു വരികയാണ്. ഇന്ന് പകലിന് നിന്നെ സ്നേഹിക്കുന്ന യേശു നിന്റെ അടുക്കൽ നിന്റെ ഭാരം എത്രയുമായിക്കൊള്ളട്ടെ, നിന്റെ വേദന എത്ര വിലയുള്ളതായാലും എത്ര ഭാരമുള്ളതായാലും അതിനെ മാറ്റുന്ന യേശു നിന്റെ അടുക്കൽ കടന്നു വരികയാണ്. ഞാൻ ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ഒന്ന് കണ്ണടച്ചേ, ഒന്ന് പ്രാർത്ഥിച്ചേ. എനിക്ക് ആ യേശുവിനെ എനിക്ക് വേണം. എനിക്ക് ആ യേശുവിന്റെ ആ സ്നേഹത്തിലേക്ക് എനിക്ക് ആ സ്നേഹം എനിക്ക് ആവശ്യമാണ്. എനിക്ക് ആ സന്തോഷം എനിക്ക് ആവശ്യമാണ്. നാളുകളായി എന്റെ ജീവിതത്തിൽ ഞാൻ കടഭാരത്താൽ ഭാരപ്പെടുന്ന വ്യക്തിയാണോ? ഇല്ലെന്ന്. ഇന്ന് പകൽ രോഗത്താൽ ഭാരപ്പെടുന്ന വ്യക്തിയാണോ നീ? എന്റെ യേശുവിനെ മാടി വിളിക്കുക. ഇന്ന് പകൽ ഈ സ്നേഹത്തിലേക്ക് എന്റെ യേശുവിനെ ഭാഗ്യമായി സ്വാഗതം ചെയ്യുക. വിശുദ്ധ തിരുവചനം ഇങ്ങനെ പറയുകയാണ്. യേശു പറഞ്ഞു, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു. അത് ലോകം തരുന്ന സമാധാനമല്ല, യഥാർത്ഥമായ നിത്യ സമാധാനത്തിലേക്ക് ഇന്ന് പകൽ ഞാൻ നിങ്ങളെ ഹാർദ്യമായി സ്വാഗതം ചെയ്യുക. ഒരു നിമിഷം കണ്ണുകളൊന്ന് പ്രാർത്ഥിക്കാം. ആ യേശുവിനെ എനിക്ക് വേണം. ഞങ്ങൾ പാടിയതുപോലെ പരമസമ്പന്നനായിരുന്നവൻ സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് എന്തിനു വേണ്ടില്ല? എന്നെ വിടുവിപ്പാൻ, നമ്മളെ രക്ഷിപ്പാനാണ് ആ യേശു നമുക്ക് വേണ്ടി ഇറങ്ങി വന്നത്. അതുകൊണ്ട് ഒരു നിമിഷം ആ യേശുവിന്റെ സ്നേഹത്തിലേക്ക് സ്വാഗതം ചെയ്യുക. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങൾ സ്നേഹിക്കുന്ന നല്ല പിതാവേ, ഈ ദേശത്ത് ഞാൻ കടന്നു വരുവാനും കർത്താവേ അങ്ങയുടെ വചനം പറയുവാനും ഞങ്ങളെ ബലപ്പെടുത്തിയ സ്തോത്രം. ഈ ദേശത്തെ കർത്താവിനെ കർത്താവേ, ഇവിടുത്തെ ബിസിനസ്സുകാർക്ക് പ്രാർത്ഥിക്കുന്നു, ഓട്ടോ ഡ്രൈവേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവിന്റെ എല്ലാ സർവ്വജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആരെങ്കിലും ഭാരത്തോടെ രോഗത്തോടെ ദുഃഖത്തോടെ വേദനയോടെ ആയിരിക്കുന്നുവെങ്കിൽ ഇന്ന് യേശുവിന്റെ സൗഖ്യം, യേശുവിന്റെ സാന്നിധ്യം സ്തോത്രം കർത്താവേ. ഇന്ന് പകൽ കർത്താവേ, ചിലരുടെ പേരുകൾ ജീവന്റെ പുസ്തകത്തിൽ കർത്താവ് എഴുതിക്കാൻ സ്തോത്രം ചെയ്ത് കർത്താവ്. ഇന്ന് പകൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ദേശത്തെ അനുഗ്രഹിച്ചു കർത്താവേ. അവരെല്ലാവരും വന്നുകൊണ്ട് അവർ കൃഷി സമ്പത്ത്, മൃഗസമ്പത്ത്, ജോലി, വളർത്തിയെല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വവും എല്ലാ പൂജക്കത്തോടെ ഇരുന്നു പ്രാർത്ഥനയായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇതുവരെ ഞാൻ ശ്രമിച്ച എല്ലാവർക്കും ഞാൻ ഹൃദയം നന്ദി അറിയിക്കുന്നു. കേരള ഗോസ്ബൽ ടീമിന്റെ നടക്കുന്ന ഈ ലഹരി സന്ദേശ യാത്ര കേട്ട എല്ലാ നന്ദിയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ, ഗോഡ് ബ്ലസ് യു.